ഇഹ്സാൻ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ ഒരിക്കൽ മറുപടി പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന പോലെ അവനെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നാണ്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആലോചിച്ചു നോക്കൂ, പിന്നെ നമ്മൾ നന്മകൾ ഉപേക്ഷിക്കുമോ? ഏതെങ്കിലും തിന്മ ചെയ്യാൻ നമ്മൾ തുനിയുമോ? നമ്മളെല്ലാവരും സ്വകാര്യമായി ചെയ്താലും പരസ്യമായി തെറ്റ് ചെയ്യാൻ ലജ്ജയുള്ളവരാണ്. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നമ്മളെ ശ്രദ്ധിക്കാത്ത സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യുന്നതും, അധ്യാപകർ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ അനുസരണക്കേട് കാണിക്കുന്നതും, ആരുമില്ലാത്തപ്പോൾ സ്വകാര്യമായി നിഷിദ്ധങ്ങൾ ചെയ്യുന്നതും ആ ലജ്ജ പരസ്യമായി ചെയ്യുമ്പോൾ ഉള്ളത് കൊണ്ടാണ്. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ, അള്ളാഹു ഓരോ പ്രവൃത്തിയും നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ പോലും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഷെയിം തോന്നില്ലേ? നമ്മുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും പോലെ അല്ലല്ലോ. അള്ളാഹു എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാണ്. അവന്റെ മുന്നിൽ പിശാചിനെ കൂട്ടുപിടിക്കുന്നതിലല്ലേ നമ്മൾ ലജ്ജ കാണിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി അർപ്പിക്കാനും നിന്നെ നന്നായി ഇബാദത്ത് ചെയ്യാനും എന്നെ നീ സഹായിക്കണമേ.